وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا وإن أردتم ഇനി നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഇസ്തിബ്ദാല സൗജ് ഒരു ഇണയെ പകരമാക്കാൻ ഉദ്ദേശിച്ചാൽ മക്കാന സൗജ് ഒരു ഇണയുടെ സ്ഥാനത്ത് മറ്റൊരു ഇണയെ പകരമാക്കാൻ ഉദ്ദേശിച്ചാൽ വആതൈതും നിങ്ങൾ നൽകുകയും ചെയ്താൽ ഇഹ്ദാഹുന്ന അവരിൽ ഒരാൾക്ക് നൽകുകയും ചെയ്താൽ ഖിൻതാറ ഒരു കൂന നൽകുകയും ചെയ്താൽ ഫലാ തഅഖുദു നിങ്ങൾ വാങ്ങരുത് മിൻഹു അതിൽ നിന്നും വാങ്ങരുത് ഷൈഅൻ ഒന്നും വാങ്ങരുത് അതഅഖുദൂനഹു നിങ്ങളത് വാങ്ങുമോ ബുഹ്താനൻ അപരാധമായ നിലയിലും ഫൈസ്മം മുബീന വ്യക്തമായ പാപമായ നിലയിലും വാങ്ങുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മഹറിൻ്റെ വിവാഹ മൂല്യത്തിൻ്റെ പ്രാധാന്യവും അത് സ്ത്രീകളുടെ മാത്രം അവകാശമാണ് എന്ന കാര്യം വിവരിക്കുകയാണ്. وَإِنْ أَرَدْتُمْ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ നിങ്ങൾ ജീവിതയാത്ര നടത്തുന്നത് പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് തൽക്കാലത്തേക്കല്ല എന്ന് മനസ്സിലാക്കണം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വിവാഹം വലിയൊരു ഉടമ്പടിയാണ്. കഴിവിൻ്റെ പരമാവധി നിലനിർത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്ന വലിയൊരു കരാറാണ് വിവാഹത്തിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെടുന്ന ആരും അത് പൊട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു യുവാവും യുവതിയും ജീവിക്കുന്നത് നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണം, നമ്മൾ രോഗികളാകാൻ പാടില്ല, പ്രത്യേകിച്ചും കഠിനമായ മാരകമായ രോഗമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹത്തിനും ചിന്തയിലുമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും മാരക രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെ ആഗ്രഹിക്കുകയില്ല എന്നത് പോകട്ടെ, അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും നമ്മൾ തയ്യാറാവുകയില്ല. എനിക്കൊരു കഠിന രോഗം വന്ന് ഞാൻ കടന്നു പോകുന്നൊരവസ്ഥ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടും. ചില രോഗികളായ ആളുകൾ തന്നെ അവരോട് അവരുടെ മാരക രോഗത്തെപ്പറ്റി പറയപ്പെട്ടാൽ അവർക്ക് അസ്വസ്ഥത വരും. ഇതിനേക്കാളും വലിയ ബേജാറും ഭയവും ഉണ്ടാകേണ്ട കാര്യമാണ് വൈവാഹിക ജീവിതം പൊളിയുന്നതിനെ സംബന്ധിച്ച്. ഒന്നായി ചേർന്നതിനെ രണ്ടായി പരിപൂർണമായ നിലയിൽ പിളർത്തലാണ് വിവാഹമോചനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഇസ്ലാമിൻ്റെ കൽപ്പന ഇതാണ്, നിങ്ങൾ നല്ല നിലയിൽ വൈവാഹിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ പരിഹരിക്കണം. അതെങ്ങനെയാണ് അടുത്ത പേജിൻ്റെ അവസാനത്തിൽ അതിന് വഴികളെപ്പറ്റി പറയുന്നുണ്ട്. ഇനി ഒരു നിലയ്ക്കും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ രണ്ട് മാർഗമുണ്ട്. ഒരു നിലയ്ക്കും പരിഹരിക്കാൻ പറ്റുകയില്ല എങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു ഇണയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കും. പക്ഷെ അതിൻ്റെ പൊല്ലാപ്പും അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടാൻ നല്ല മനക്കരുത്തുണ്ടായിരിക്കണം.
ബഹുഭാര്യത്വം എന്ന് പറയുന്നത് എടുത്തു ചാടാൻ വളരെ സുഖമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിക്കൽ വലിയ മനക്കരുത്ത് ആവശ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ മാർഗം ഇതാണ്: ഭാര്യയുള്ളതിനോടുകൂടി തന്നെ രഹസ്യമായിട്ടല്ല, കള്ളക്കളിയല്ല, മറ്റൊരാളെ വിവാഹം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കും. രണ്ടാമത്തെ മാർഗം, ആ ഭാര്യയെ ഒഴിവാക്കി മറ്റൊരാളെ വിവാഹം കഴിക്കും. ഇതും വളരെ ശ്രദ്ധിക്കണം. ഈ ഒഴിവാക്കൽ ഇസ്ലാം പെട്ടെന്ന് തന്നെ സമ്മതം തരികയോ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം മാറ്റുന്നത് പോലെ മാറ്റാനോ അനുവാദം തരുന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അബ്ഗദുൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖ്. അനുവദനീയമായ ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാം അല്ലാഹു സന്തോഷത്തോടു കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല വാഹനം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, ഇതെല്ലാം അല്ലാഹു സന്തോഷത്തോടു കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അല്ലാഹു ചില കാര്യങ്ങൾ വളരെ ദേഷ്യത്തോടു കൂടി സമ്മതിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ദേഷ്യത്തോടെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് വിവാഹമോചനം. കുറേ കാര്യങ്ങൾക്ക് ശേഷമാണ് വിവാഹമോചനം. അതും അടുത്ത പേജിൻ്റെ അവസാനം പറയും. അതും വിവാഹമോചനത്തിന് നിരവധി മര്യാദകളുണ്ട്, സൂറത്ത് തലാഖിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വിവാഹമോചനം നടത്തി ആ സമയത്ത് നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൻ്റെ കാര്യത്തെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. وَإِنْ أَرَدْتُمُ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ, ഒരു ഇണയുടെ സ്ഥാനത്ത് മറ്റൊരു ഇണയെ നിങ്ങൾ പകരമാക്കാൻ ഉദ്ദേശിച്ചാൽ, وَآتَيْتُمْ إِحْدَاهُنَّ قِنْطَارًا, അവരിൽ ഒരാൾക്ക് നിങ്ങൾ ഒരു കൂന സ്വർണം അല്ലെങ്കിൽ വെള്ളി മഹറായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു കൂന അല്ലെങ്കിൽ ഒരു കൂന സ്വർണം അല്ലെങ്കിൽ ഒരു കൂന വെള്ളി നിങ്ങൾ മഹറായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, ഫലാ തഅഖുദൂ മിൻഹു ശൈആ, അതിൽ നിന്നും നിങ്ങൾ ഒന്നും തിരികെ വാങ്ങരുത്. അതിൽ നിങ്ങൾ ഒന്നും തിരികെ വാങ്ങാൻ പാടില്ല. കാരണം സ്ത്രീയുടെ അവകാശമാണ് വിവാഹമൂല്യം, മഹർ. അത് നിങ്ങൾ തിരിച്ച് മേടിക്കരുത്. മേടിച്ചാലോ, അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ, അങ്ങനെ നിങ്ങൾ തിരിച്ചു വാങ്ങുന്നത് വലിയ അപരാധമാണ്, അർഹതയില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യലാണ്. അതും സൂചനയുണ്ട് ഈ ആയത്തിൽ. നിങ്ങൾ അങ്ങനെ മേടിക്കുന്നെങ്കിൽ ആ പാവപ്പെട്ട പെണ്ണിൻ്റെ പേർ ധാരാളം അപരാധങ്ങൾ നിങ്ങൾ പറയുന്നവരാകും. അവരിങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം പറയും, ഉള്ളത് തന്നെ പർവ്വതീകരിച്ച് പറയും. ഇത് അപരാധമാണ്. അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ, വ്യക്തമായ പാപവുമാണ്. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരുടെ സമ്പത്ത് എടുക്കുന്നത് ആൾക്കാർ സാമർഥ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്, മിടുക്കായിട്ടാണ് കാണുന്നത്. ഇസ്ലാം പറയുന്നു, സാമർഥ്യമല്ല കഴിവുകേടാണ്, മിടുക്കല്ല നാണക്കേടാണ്, മഹത്വമല്ല നിന്ദതയാണ്. അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സ്ത്രീകൾക്ക് എത്രയാണ് മഹർ കൊടുക്കേണ്ടത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കൊടുത്തിരുന്നത് 400 ദിർഹമാണ് കൊടുത്തിരുന്നത്. അത്രയും കൊടുക്കുന്നത് ശ്രേഷ്ഠമാണ്. മഹറിൻ്റെ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ കൂടാനും പാടില്ല, അങ്ങേയറ്റം കുറയാനും പാടില്ല. ചില ആൾക്കാർ കുറേ സ്ത്രീധനം പിടിച്ചും പിടിക്കാതെയും വലിച്ചും വലിക്കാതെയെല്ലാം മേടിക്കും, എന്നിട്ട് കുറേ മഹർ അങ്ങോട്ട് കൊടുത്തതായിട്ട് കാണിക്കും. ഇല്ല, ഇതിനർത്ഥമില്ല. ഇത് മേടിച്ച സ്ത്രീധനം മര്യാദയ്ക്ക് കൊടുക്കാൻ നോക്ക്.
എന്നിട്ട് നിങ്ങളെ കഴിവിൽപ്പെട്ട മഹർ കൊടുക്കും. അതുപോലെ പടച്ചവൻ എല്ലാവർക്കും പടച്ചവൻ അനുഗ്രഹം നൽകുമാറാകട്ടെ. ഇതുപോലെ രണ്ടാമത്തെ വിവാഹവും മറ്റും വളരെ കുറഞ്ഞ മഹറിന് വിവാഹം കഴിക്കാറുണ്ട്. അതുമല്ല വേണ്ടത്, മാന്യമായിട്ട് മിഥില് മഹർ എന്ന് പറയും. ആ സ്ത്രീയുടെ തത്തുല്യമായ സ്ത്രീകൾ, അവരുടെ പ്രായത്തിലുള്ളവർ, കുടുംബത്തിലുള്ളവർ, നാട്ടിലുള്ളവർ, അവരുടെ യോഗ്യതയുള്ളവർക്ക് എത്രയാണ് മഹർ കൊടുക്കുന്നത്, ആ മഹറാണ് കൊടുക്കേണ്ടത്. എന്നാൽ ആരെങ്കിലും മഹർ കൂട്ടിക്കൊടുത്തു, നല്ലതല്ലെങ്കിലും അത് അനുവദനീയമായ കാര്യവുമാണ്. മനോഹരമായൊരു സംഭവം നടന്നിട്ടുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ മഹർ അമിതമായി കൂട്ടിക്കൊടുക്കരുത്. ധാരാളം ആളുകൾ മഹറുകൾ അമിതമായി കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ കൂടുതൽ മഹർ പറയും, ഒന്നും കൊടുക്കത്തുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 400 ദിർഹമിനേക്കാൾ കൂടുതലായി മഹർ കൊടുത്തിട്ടില്ല, തങ്ങളുടെ മകൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്തൊരു സ്ത്രീ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. ചില ആളുകൾ ഈ കാര്യം വിട്ടുകൊണ്ട് പറയും, പ്രഭാഷണത്തിന് ഇടയിൽ തന്നെ എഴുന്നേറ്റ് ചോദിക്കുകയുണ്ടായി. ഇല്ല, റിവായത്ത് ഇങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു തആല വെളിയിലേക്ക് വന്നപ്പോൾ മഹാനവർ സ്ത്രീ പറയുകയുണ്ടായി, അങ്ങ് ഇങ്ങനെ പറഞ്ഞല്ലോ, പക്ഷേ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ, സ്ത്രീകൾക്കൊരു കൂന കൊടുത്താലും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല, അതിൽ നിന്ന് കൂന കൊടുക്കാമെന്നാണല്ലോ കിട്ടുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല തിരിച്ച് മിമ്പറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, കുല്ലുന്നാസി അഫ്ഖഹ് ഇല്ലാ ഉമർ, എല്ലാവരും നല്ല പാണ്ഡിത്യമുള്ളവരാണ്, ഉമറിന് അത്ര വലിയ പാണ്ഡിത്യമില്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞു. പിന്മാറുന്നു പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ ഞാൻ പിൻവലിക്കുന്നു. പക്ഷേ നല്ലത് മഹർ മാന്യമായിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ഓവർ കൊടുക്കാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഇവിടെ സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അറിവ്, അതുപോലെ അവർ പോലും കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ചിരുന്ന ധൈര്യം, അതുപോലെ അവരെ മഹാന്മാരായ മുൻഗാമികൾ സ്വീകരിച്ച രീതി, നമ്മൾ ഉസ്താദന്മാരുടെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അവരോട് സംശയം നിർബന്ധമായിട്ട് ചോദിക്കണം. എന്നല്ല, സംശയം ചോദിക്കുന്നതിനാണ് പകുതി വിജ്ഞാനം തന്നെ നിലകൊള്ളുന്നത്. കാര്യങ്ങൾ തുറന്ന് ചോദിക്കണം. അതുകൊണ്ട് ഇതാണ് വിഷയം. നിങ്ങൾ കൊടുത്ത മഹർ, അതിൽ നിന്ന് നിങ്ങൾ അല്പം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ വാങ്ങുന്നത് കടുത്ത അപരാധമാണ്, അതുപോലെ കടുത്ത കുറ്റവുമാണ്. അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ.